ഏതൊരു ജനാധിപത്യ രാജ്യവും നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്: അധികാരം എങ്ങനെ കെട്ടിപ്പടുക്കണം? ഇത് വെറുമൊരു തർക്കവിഷയമൊന്നുമല്ല കേട്ടോ. ഒരു രാജ്യത്തിന്റെ ഭരണചക്രം തിരിയുന്നത് എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്ന അടിസ്ഥാനപരമായ കാര്യമാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ ലോക നേതാക്കളെ കാണാറില്ലേ? ചിലരെ കാണുമ്പോൾ തോന്നും എന്തൊരു പവർഫുള്ളാണെന്ന്. മറ്റു ചിലർക്ക് അത്ര അധികാരമില്ലെന്നും തോന്നും. അപ്പോൾ ശരിക്കും ആരാണ് ഇവിടെ ഭരിക്കുന്നത്? ഒരു പ്രധാനമന്ത്രിയാണോ അതോ ഒരു പ്രസിഡന്റാണോ? ഇതിന്റെ ഉത്തരം ആ വ്യക്തികളിലല്ല, മറിച്ച് അവരുടെ രാജ്യം ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അതായത് അവിടുത്തെ ഭരണരീതിയിൽ. ഒരിടത്ത് പാർലമെന്റാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ മറ്റൊരിടത്തോ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നു. കണ്ടില്ലേ, ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ വ്യത്യാസം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സിസ്റ്റം നോക്കാം. ഇതിനെ നമുക്കൊരു ഫുട്ബോൾ ടീമായി സങ്കല്പിക്കാം. ടീമിലെ കളിക്കാർ തന്നെ അവരുടെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നത് പോലെ. ഇവിടെ സർക്കാരും പാർലമെന്റും ഒരേ ടീമാണ്. ക്യാപ്റ്റനും കളിക്കാരും ഒന്നിച്ചു നിൽക്കുന്നു. അധികാരങ്ങൾ രണ്ടായിട്ടല്ല, ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പാർലമെന്ററി രീതിയുടെ ആശയം വളരെ സിമ്പിളാണ്. സർക്കാർ പാർലമെന്റിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് നിലനിൽക്കണമെങ്കിൽ പാർലമെന്റിന്റെ പിന്തുണ വേണം. അതുകൊണ്ടാണ് ഇതിനെ ഉത്തരവാദിത്തമുള്ള സർക്കാർ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു കണക്ക് പറയൽ അവിടെയുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിസ്റ്റം ആരും ഇരുന്ന് ഡിസൈൻ ചെയ്തതൊന്നുമല്ല. ഇത് കാലക്രമേണ വളർന്നു വന്നതാണ്. നോക്കൂ, 1215 മാഗ്നാ കാർട്ടയിലൂടെ രാജാവിന്റെ അധികാരത്തിന് ഒരു ബ്രേക്ക് ഇട്ടു. പിന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പാർലമെന്റ് കൂടുതൽ ശക്തമായി. ഒടുവിൽ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പ്രധാനമന്ത്രിയാണ് യഥാർത്ഥ ബോസ് എന്നായി. ഇതൊരു ഡിസൈനല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ നീണ്ട ഒരു രാഷ്ട്രീയ പരിണാമമാണ്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം അധികാരങ്ങളുടെ സംയോജനം എന്നതാണ്. അതായത് നിയമങ്ങളുണ്ടാക്കുന്നവരും അത് നടപ്പാക്കുന്നവരും രണ്ടല്ല, ഒന്നാണ്. അവർ ഒരുമിച്ചാണ്. സർക്കാരിന് ഓരോ ദിവസവും മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിയമസഭയുടെ വിശ്വാസം വേണം. അത്രേ ഉള്ളൂ കാര്യം. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പവർ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം. ജനപ്രതിനിധികൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ താഴെ ഇറക്കാം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഉറപ്പാക്കാനുള്ള ഒരു സൂപ്പർ മെക്കാനിസമാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാ? സർക്കാരിന് എപ്പോഴും ജനപ്രതിനിധികളോട് ഒരു ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഏകാധിപത്യത്തിലേക്കൊന്നും പോകാൻ എളുപ്പമല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് സഖ്യകക്ഷി സർക്കാരുകളൊക്കെ ആവുമ്പോൾ ഭയങ്കര അസ്ഥിരത വരാം. എപ്പോൾ വേണമെങ്കിലും സർക്കാർ വീഴാം, വീണ്ടും തെരഞ്ഞെടുപ്പ് വരാം. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ സിസ്റ്റം നോക്കാം. ഇതിനെ നമുക്കൊരു വലിയ കമ്പനിയായിട്ട് കാണാം. ജനങ്ങൾ നേരിട്ട് ഒരു സിഇഒയെ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ട് ബോർഡ് ഓഫ് ഡയറക്ടർമാരെ വേറെയും തെരഞ്ഞെടുക്കുന്നു. സിഇഒയും ബോർഡും രണ്ടാണ്. അവർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ സിസ്റ്റത്തിന്റെ കാതിലെന്ന് പറയുന്നത് അധികാര വിഭജനമാണ്. പാർലമെന്ററി സിസ്റ്റം പോലെയല്ല. ഇവിടെ സർക്കാർ നിയമസഭയുടെ ഭാഗമേ അല്ല, അവരെ ആശ്രയിച്ചുമല്ല നിൽക്കുന്നത്. പ്രസിഡന്റിന് ഒരു ഫിക്സ്ഡ് ടേമുണ്ട്, ഒരു നിശ്ചിത കാലാവധി. അതിനു മുമ്പ് അവരെ അങ്ങനെയങ്ങ് പുറത്താക്കാനൊന്നും പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പാർലമെന്ററി സിസ്റ്റം തനിയെ വളർന്നു വന്നതാണെന്ന്. പക്ഷെ പ്രസിഡൻഷ്യൽ സിസ്റ്റം അങ്ങനെയല്ല. അത് പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തതാണ്. അമേരിക്കയുടെ സ്ഥാപകർക്ക് ബ്രിട്ടീഷ് രാജഭരണത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിരുന്നു. അധികാരം ഒരിടത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നത് ഭയങ്കര അപകടമാണെന്ന് അവർക്ക് തോന്നി. അതിനൊരു പരിഹാരമായിട്ടാണ് അവർ ഈ പുതിയ സിസ്റ്റം കൊണ്ടുവന്നത്. അവർ അധികാരങ്ങൾ വെറുതെ വേർതിരിച്ചു വയ്ക്കുക മാത്രമല്ല ചെയ്തത്. ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ ഒരുപാടങ്ങ് കയറി ഭരിക്കാതിരിക്കാൻ പരസ്പരം നിയന്ത്രിക്കാനുള്ള വഴികളും ഉണ്ടാക്കി. ഇതിനെയാണ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്. അതായത് അധികാരത്തിന് ഒരു ബാലൻസ് കൊണ്ടുവന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യം കോൺഗ്രസ്, അതായത് നിയമനിർമ്മാണ സഭ. രാജ്യത്തിന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണ്, ജനങ്ങളുടെ ശബ്ദം. പക്ഷേ കോൺഗ്രസ് ഒരു നിയമം പാസാക്കിയാൽ അതിനെ തടയാൻ പ്രസിഡന്റിന് പറ്റും. അതിനാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, നിയമനിർമ്മാണ സഭയെ എക്സിക്യൂട്ടീവ് കൺട്രോൾ ചെയ്യുന്ന ഒരു വഴി. ഇനി കോൺഗ്രസ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച ഒരു നിയമം ഭരണഘടനയ്ക്ക് എതിരാണെന്ന് തോന്നിയാലോ? അപ്പോൾ കോടതികൾക്ക് ഇടപെടാം, ആ നിയമം റദ്ദാക്കാം. അപ്പോൾ കണ്ടില്ലേ, ആർക്കും പരിധിയില്ലാത്ത അധികാരമില്ല. 3 വിഭാഗങ്ങളും പരസ്പരം ബാലൻസ് ചെയ്തു പോകുന്നു. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്? ഉറപ്പായ ഒരു കാലാവധിയുള്ളതുകൊണ്ട് സർക്കാരിന് നല്ല സ്ഥിരതയുണ്ടാവും. പക്ഷേ പ്രശ്നങ്ങളുമുണ്ട്. ചിലപ്പോൾ പ്രസിഡന്റ് ഒരു പാർട്ടി, കോൺഗ്രസിൽ ഭൂരിപക്ഷം വേറൊരു പാർട്ടിക്ക്. അപ്പോൾ പിന്നെ ഒന്നും നടക്കില്ല. അവർ തമ്മിലൊരു യോജിപ്പും ഉണ്ടാവില്ല. കാര്യങ്ങൾ മൊത്തം സ്തംഭിച്ചു പോകും. ഇതിനെയാണ് ഗ്രിഡ് ലോക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം ഏകാധിപത്യ പ്രവണതകൾ വരാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സിസ്റ്റങ്ങളെയും തനിത്തനിയായി കണ്ടു.
ഇനി നമുക്കിവയെ ഒന്ന് നേർക്കുനേർ നിർത്തി താരതമ്യം ചെയ്യാം അല്ലേ? ഇതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഈ ടേബിൾ നോക്കിയാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. പാർലമെന്ററി സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവിന് നിയമസഭയോട് എപ്പോഴും ഒരു കണക്ക് പറയേണ്ടി വരും. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിൽ അങ്ങനെയൊരു ആശ്രിതത്വമില്ല. അപ്പോൾ എന്താണ് വ്യത്യാസം? പാർലമെന്ററി സിസ്റ്റത്തിൽ ചിലപ്പോൾ സ്ഥിരത കുറവായിരിക്കും, പക്ഷെ ഉത്തരവാദിത്തം കൂടുതലാണ്. പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലോ നല്ല സ്ഥിരതയുണ്ട്, പക്ഷെ ചിലപ്പോൾ ഭരണം സ്തംഭിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓരോ രാജ്യവും ഈ രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കും. അപ്പോൾ ഈ രണ്ട് സിസ്റ്റങ്ങളും വെറും പുസ്തകത്തിലെ തിയറികളല്ല, ഒരു പുതിയ രാജ്യമുണ്ടാകുമ്പോൾ അവിടുത്തെ ആളുകളെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്നാണത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇതിന്റെ എല്ലാ വശങ്ങളും വിശദമായി ചർച്ച ചെയ്തു. ഇന്ത്യ പോലെ ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ഒരു ഏകാധിപതി വരാനുള്ള സാധ്യതയൊക്കെ അവർ മുന്നിൽ കണ്ടു. അതുകൊണ്ട് ജനങ്ങളോടെപ്പോഴും ഉത്തരവാദിത്തമുള്ളൊരു സർക്കാരാണ് വേണ്ടതെന്നവർ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ പാർലമെന്ററി സിസ്റ്റം തെരഞ്ഞെടുത്തത്. ഈ വാചകം പാർലമെന്ററി സിസ്റ്റത്തിന്റെ ആശയം മുഴുവൻ ഒറ്റയടിക്ക് പറയുന്നുണ്ട്. ഉത്തരവാദിത്വം, സഹകരണം. ഇവിടെ പ്രധാനം അധികാരങ്ങൾ വേറിട്ട് നിൽക്കുന്നതല്ല, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാണ്. എന്നാൽ ഈ വാചകം പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന്റെ കാതൽ എന്താണെന്ന് കൃത്യമായി പറയുന്നു. ഇവിടെ ഊന്നൽ സഹകരണത്തിനല്ല, മറിച്ച് എന്തു പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാൻ കഴിവുള്ള, സ്ഥിരതയുള്ള, സ്വതന്ത്രമായ ഒരു നേതൃത്വത്തിനാണ്. അപ്പോ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് ഒരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഒരു രാജ്യത്തിന് കൂടുതൽ വേണ്ടത് സ്ഥിരതയുള്ള ഒരു സർക്കാരാണോ അതോ എപ്പോഴും ഉത്തരവാദിത്തമുള്ളൊരു സർക്കാരാണോ? ഇതിന് ശരിയോ തെറ്റോ ആയ ഒരു ഉത്തരമില്ല. ഓരോ രാജ്യവും അവരുടെ ചരിത്രവും സാഹചര്യവും വെച്ച് ഇതിനൊരുത്തരം കണ്ടെത്തുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?